ശ്രേയയുടെ മരണത്തിൽ വൈദികന് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പരാമർശിച്ചിട്ടുള്ളത്. 2010 ഒക്ടോബർ 16 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ വേദപഠനത്തിനെത്തിയ കുട്ടി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് IG ശ്രീലേഖയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി. കുറ്റക്കാരനെന്ന് സംശയിച്ച കൈതവന കൃപാസനത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മാത്തുക്കുട്ടിയെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയനാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫാദർ ഇതിന് തയ്യാറായില്ല. ഇതോടെ കേസിന്റെ അന്വേഷണം വഴിമുട്ടി. സാഹചര്യ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് വികാരിയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ട് അന്വേഷണം CBI ഏൽപ്പിച്ചു. എന്നാൽ മറ്റു കേസുകളുടെ ബാഹുല്യം കാരണം കേസ് ഏറ്റെടുക്കാനാവില്ലെന്ന് കാണിച്ച് CBI സർക്കാരിന് കത്ത് നൽകി. ഇതിനുശേഷം അന്വേഷണം നിശ്ചലമായ സന്ദർഭത്തിലാണ് പൊതുപ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് കോടതി CBIയോടും ക്രൈംബ്രാഞ്ചിനോടും വിശദീകരണം ആവശ്യപ്പെടുകയായിരുന്നു. കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് ഫാദർ മാത്തുക്കുട്ടിയെ സംശയിക്കുന്ന തരത്തിലുള്ള സത്യവാങ്മൂലം ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കോടതി നിർദ്ദേശിച്ചിട്ടും CBI കേസ് ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.